യേശുവിൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യന് എല്ലാത്തരം മൃഗങ്ങളെയും മത്സ്യങ്ങളെയും പക്ഷികളെയും ഒക്കെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ സ്വന്തം നാവിനെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ അവൻ ഇതുവരെ സാധിച്ചിട്ടില്ല. വിശുദ്ധ യാക്കോബ് നമ്മളോട് പറയുന്ന ഒരു ഉപദേശമാണിത്. ഒരു തീപ്പൊരി ഒരു പ്രദേശത്തെ മുഴുവൻ ചിലപ്പം കത്തിച്ചാമ്പലാക്കാം. നമ്മൾ പറയുന്ന തെറ്റായ ഒരു വാക്കുകൊണ്ട് ബന്ധങ്ങൾ തകർക്കപ്പെടാം, സൗഹൃദങ്ങൾ ഇല്ലാതാകാം. ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്നു, നാം പറയുന്ന ഓരോ വാക്കിനും അന്ത്യദിനത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന്. നമ്മുടെ നാവ് മറ്റുള്ളവരോട് നീതിയോടെ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കും നീതി ലഭിക്കും, നമ്മൾ നീതീകരിക്കപ്പെടും. എന്നാൽ നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയാനും വിധിക്കാനുമാണ് നമ്മൾ തയ്യാറാകുന്നതെങ്കിൽ അന്ത്യദിനത്തിൽ നമ്മളും കുറ്റം വിധിക്കപ്പെടാം. ഈശോ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, സഹോദരനെ വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ നരകാഗ്നിയിൽ തീ അനുഭവിക്കേണ്ടി വരുമെന്ന്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 34:12-13 വാക്യങ്ങൾ ഇപ്രകാരമാണ്: ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ? തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുവേൻ. നമ്മുടെ നാവിനെ നമുക്ക് നിയന്ത്രിക്കാൻ ശ്രമിക്കാം. ഒരേ നാവിൽ നിന്ന് അനുഗ്രഹവും ശാപവും വരാതിരിക്കട്ടെ. നല്ലത് പറയുന്ന നാവുകളായി, മനുഷ്യരെ സ്തുതിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, നല്ലത് പറയുന്ന നാവുകളായി നമ്മുടെ നാവുകൾ മാറട്ടെ. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.